Hi friends, welcome to Commerce Bytes. I hope you people are all doing well. ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മളുടെ വ്യൂവേഴ്സിന് ശ്രദ്ധയ്ക്ക് നമ്മൾ കേരള സിറ്റിൻ്റെ എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള 3 വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് 2 വീഡിയോസ് നമ്മൾ പേപ്പർ 1 എക്സ്ക്ലൂസീവ്ലി, അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പേപ്പർ 2 വേണ്ടി, അതായത് കൊമേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ലൈനേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അത് ടോപ്പിക് എടുത്തിരിക്കുന്നത് അക്കൗണ്ട്സ് ആണ്. നമ്മളുടെ ഇയർ ബാക്കിലോട്ട് പോയി അതായത് ഇപ്പോൾ 2019, 2018, 2017 അങ്ങനെ ഇയേഴ്സ് ബാക്കിലോട്ട് പോയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഈസി ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് സിംഗിൾ ലൈനിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ഈസിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് പോയിൻറ്റ്സ് വരുന്നത് അല്ലെങ്കിൽ സെക്ഷൻ എക്സാമിനേഴ്സ് ചോദിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു ആർ ടോപ്പിക്സ് ഓഫ് ടുഡേ. സോ പറഞ്ഞ പോലെ അക്കൗണ്ട്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സിംഗിൾ ലൈനേഴ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണ് എന്നറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ എക്സ്പെൻസസ് നോട്ട് യെറ്റ് ബീൻ റിക്കവേർഡ്. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. പെയ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ്, നമുക്ക് പ്രീപെയ്ഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീപെയ്ഡ് മൊബൈൽസ് അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് മൊബൈൽസ് എല്ലാം അറിയുന്നതല്ലേ. അപ്പോൾ അതിനോട് വെച്ച് ഇത് കണക്ട് ചെയ്താൽ മതി. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പേ ചെയ്തു എന്നുള്ളൊരർത്ഥത്തിലാണ്. ഓക്കെ, ഇനീഷ്യലി റെക്കോർഡഡ് ആസ് അസറ്റ്സ് ബിക്കോസ് ദേ ഹാവ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്. അവർക്ക് ഫ്യൂച്ചറായിട്ടുള്ള എക്കണോമിക് ബെനിഫിറ്റ്സ് ആണുള്ളത്. സോ ആദ്യം അത് അസറ്റ്സ് ആയിട്ട് തന്നെയാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻട്രി വരുമ്പോൾ പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് എന്നായിരിക്കും വരുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രിയിലാണെങ്കിൽ റെൻറ്റ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റ ടു പ്രീപെയ്ഡ് റെൻറ്റ് എന്നുള്ളൊരു ജേർണൽ എൻട്രി ആയിരിക്കും നമുക്ക് വരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതെങ്കിലും ഒരു പ്രാവശ്യം ഔട്ട്സ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ പ്രീപെയ്ഡോ അല്ലെങ്കിൽ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാ സ്റ്റുഡൻസിനും ഒരുമാതിരി ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനും കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എടുത്തു പറയുന്നത്. ആ ടോപ്പിക്കുകളെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു അറിവ് എന്തായാലും മസ്റ്റാണ്. ഓക്കെ, കണ്ടോ, പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസസ് ബിക്കോസ് ഇറ്റ് നൈദർ ഡിക്രീസസ് ദ അസെറ്റ് നോർ ഇൻക്രീസസ് ദ ലൈബിലിറ്റി. അത് അസറ്റിനെ കുറയ്ക്കുന്നുമില്ല, അതുപോലെ ലൈബിലിറ്റീസിനെ കൂട്ടുന്നുമില്ല. അണ്ടർസ്റ്റുഡ്? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഓക്കെ, നമ്മൾ സാലറി പേ ചെയ്തു ഇൻ അഡ്വാൻസ്. അത് നമുക്ക് അസറ്റ് കുറയ്ക്കുന്നുമില്ല, ലൈബിലിറ്റി കൂട്ടുന്നുമില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു ക്ലിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. സ്റ്റുഡൻസിന് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഓഫ് പ്രൊപ്പറേറ്റർ. ഈ ഒരു പോർഷനിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. അതായത് പ്രൊപ്പറേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്നുള്ളത് ഏത് എക്സ്പെൻസിലേക്കായിരിക്കും ആവുന്നത്? അതാണ് മെയിനായിട്ടും എല്ലാ സ്റ്റുഡൻസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. സോ ഇപ്പം ഞാൻ പറഞ്ഞേക്കാം, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഓഫ് പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പേഴ്സണൽ എക്സ്പെൻസസ് ആണ്. ഓക്കെ, പേഴ്സണൽ എക്സ്പെൻസസ് ആൻഡ് ഇറ്റ് ടു ഡെബിറ്റ് ടു ഡ്രോയിങ് അക്കൗണ്ട്. ഡ്രോയിങ് അക്കൗണ്ടിലേക്കാണ് ഇത് ഡെബിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഓഫ് പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഡ്രോയിങ് അക്കൗണ്ട്. ഇനി നിങ്ങൾ മറന്നു പോകരുത്, കാരണം ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പോയിൻ്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്.
പിന്നെ ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നായിരിക്കുമല്ലോ ഇത് ഡെബിറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിൻറ്റും ഓർത്തിരിക്കുക. ദിസ് ഹാസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ഇതൊരു റവന്യൂ അല്ല, ക്യാപിറ്റൽ ഓർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കാറ്റഗറിയിലേക്ക് ഇത് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ്. ഇപ്പം നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് ക്രോസ് എക്സാമിൻ ചെയ്യാം. സോ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നമ്മൾക്ക് കൊടുക്കാനുണ്ട്, ദേ ആർ ഡ്യൂ ആയിട്ട് നിൽക്കുവാണ്. ആൻഡ് ഹാസ് നോട്ട് ബീൻ യെറ്റ് പെയ്ഡ്, നമ്മൾ പേ ചെയ്തിട്ടില്ല എന്നൊരു അർത്ഥത്തിലാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഒരു പോയിൻറ്റും കൂടെ ആഡ് ഓൺ ചെയ്തോട്ടെ. അതായത് നമ്മളുടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയി കഴിഞ്ഞാൽ ജേർണൽ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റാർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണ്. അതായത് ഇപ്പോൾ സാലറി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു, കാരണം ഡെബിറ്റ് എപ്പോഴും ചെയ്യണത് ദ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് വന്നു, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തുല്ലോ. സോ സാലറി നമ്മൾ ഡെബിറ്റ് ചെയ്തു. ടു ക്രെഡിറ്റ് ചെയ്തത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. സോ അത് എന്താണ്? ക്രെഡിറ്റ് ദ ഇൻക്രീസ് ഇൻ ലയബിലിറ്റിയിൽ ഇൻക്രീസ് വരുന്നത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. സോ നിങ്ങൾ ഓർക്കാൻ ഇത്രമാത്രം ചെയ്താൽ മതി. SP എന്ന സൈഡിലൊന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, SP നമ്മൾ കേട്ടിട്ടില്ലേ? സ്വയം പൊക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? SP, ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. സൺട്രി ഡെറ്റർ എന്ന് പറയുമ്പോൾ SP, സൺട്രി ഡെറ്റർ പേഴ്സണൽ അക്കൗണ്ട്, ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡിൻ്റെ ഒരു പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? അതുപോലെ തന്നെ വേറൊരു പോയിൻ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, റൈറ്റ്? സോ ഇവിടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ഡ്രോയിങ്സ് മെയ്ഡ് ബൈ പാർട്ട്നേഴ്സ്, അതും ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ പാർട്ട്നേഴ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഡെബിറ്റ് ടു പാർട്ട്ണർ കറണ്ട് അക്കൗണ്ട്. പാർട്ട്ണർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, വേജസ് പെയ്ഡ് ടു ദ വർക്കേഴ്സ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി. ഇത് നെറ്റിൻ്റെ ലെവലിൽ വരെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. കാരണം അത്ര ഡൗട്ട്ഫുള്ളായിട്ട് കുട്ടികളെ കൺഫ്യൂഷൻ എടുപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊരു എൻട്രിയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി പോയിട്ട് വേജസിന് ഡെബിറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? മെഷീനെയാണ്. ഓക്കെ, എൻ്റെ സ്റ്റുഡൻസിന് ഇനി അങ്ങനെ ഒരു അബദ്ധം വരരുത്. കാരണം നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? മെഷീൻ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടായിരിക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റീസൺ ഇതാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻകേർഡ് ഫോർ ബൈയിങ് ആൻഡ് ഇൻസ്റ്റാളിങ് ദ മെഷീൻ. The machinery account is debited since machine has to be put to use. അതായത് മെഷീനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. മെഷീനാണ് അവിടെ ബൈ ചെയ്തതും ഇൻസ്റ്റാൾ ചെയ്തതും. സോ മെഷീൻ അക്കൗണ്ടാണ് അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ പോയിൻ്റ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുമുണ്ട്. സോ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ഡെയിലി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. August 14, 2021 ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. ഇനി കോവിഡിൻ്റെ കാര്യം കൊണ്ട് അതിന് ചേഞ്ചസ് വരുമോ എന്ന് നമുക്കറിയില്ല. ഈവൻ ദോ നമ്മളുടെ പ്രിപ്പറേഷൻ എപ്പോഴും August 14, 2021 എന്നുള്ളൊരു ഡേറ്റിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ബാലൻസ് വിത്ത് പെറ്റി ക്യാഷ്യർ. എന്താണ് അതിനെ വിളിക്കുന്നതെന്ന്? അതിനെ വിളിക്കുന്നത്? അസറ്റ്സ്. ബാലൻസ് വിത്ത് പെറ്റി ക്യാഷ്യർ ബാക്കിയുള്ള ഒരു എമൗണ്ടാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി എന്താണ്? അസറ്റ്സ് ആണ്. ഓക്കെ,
മൂവിങ് ടു വെരി ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ അക്കൗണ്ട്സ്, അതായത് കണ്ടീജൻറ്റ് ലയബിലിറ്റി. കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് എ ലയബിലിറ്റി ഓർ എ പൊട്ടൻഷ്യൽ ലോസ് ദാറ്റ് മേ ഒക്കർ ഇൻ ദ ഫ്യൂച്ചർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഔട്ട്കം ഓഫ് എ സ്പെസിഫിക് ഇവൻറ്റ്. നമ്മൾ മേ ബി ഫ്യൂച്ചറിൽ ഒരു ലോസ് ഉണ്ടാവാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന ആ ഒരു ലയബിലിറ്റിയാണ് കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? Contingent liability is a liability or a potential loss that may occur in future depending upon the outcome of a specific event. ഓക്കെ, ഇതിനെ എക്സാമ്പിൾസ് ആയിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യലായിട്ടുള്ള ലോ സ്യൂട്ട്സ്, ഓക്കെ, കേസുകൾ കണ്ടക്ട് ചെയ്യില്ലേ, അത് പ്രോഡക്റ്റ് വാറണ്ടീസ് ആൻഡ് പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് കണ്ടീജൻറ്റ് ലയബിലിറ്റി. അതുപോലെ തന്നെ ഞാൻ ഒരു 3-4 ഞാൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ലോ സ്യൂട്ട്സ് പറഞ്ഞില്ലേ, ആ സെയിം പോയിൻ്റ് തന്നെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് അവർ എഴുതിയെന്നുള്ളൂ. ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ കമ്പനി പെൻഡിങ് ലിറ്റിഗേഷനായിട്ട് അവരൊരു ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് എഗെയിൻസ്റ്റ് കമ്പനി. ഓക്കെ, പിന്നെ വേറൊരു പോയിൻ്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ ഒരു പോയിൻറ്റും ഈ ഒരു കണ്ടീജൻറ്റ് ലയബിലിറ്റിയുടെ എക്സാമ്പിളായിട്ട് വരും. ആൻഡ് അതോടൊപ്പം തന്നെ അരിയേഴ്സ് ഡിവിഡൻഡ് ഓൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം ഞാൻ ഇതുപോലെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ ഈ കണ്ടീജൻറ്റ് ലയബിലിറ്റീൻ്റെ എക്സാമ്പിൾസ്, അത് നിങ്ങളൊന്നും ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിലും നമ്മൾ കണ്ടീജൻറ്റ് ലയബിലിറ്റീസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പേസ് ഇട്ടോളൂ ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന ലെക്ചർ നോട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾസ് കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എനിക്ക് വേണ്ടി കൊമേഴ്സ് ബൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം നിങ്ങളുടെ എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്ന ടൈമിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, വിത്ത് ദിസ് നോട്ട് we are concluding. Till then, work hard and study well and keep on preparing for your Kerala SET exam 2021. That's all for now. Let's see in the next video. Thank you.